ജൈവ പ്രതിഭാസങ്ങളുടെ കലവറയായ സഹ്യാദ്രിയുടെ താഴ്വാരത്തിൽ കുടകുമലനിരകൾ ചുരത്തുന്ന കുളിർമണികൾ ജീവധാരയായി തേജസ്വിനിയായി ഒഴുകിയെത്തുന്ന ശാന്തസുന്ദര കേദാരഭൂമി മലയോര കുടിയേറ്റ ഗ്രാമപഞ്ചായത്ത് ഈസ്റ്റളേരി. മനുഷ്യപരിണാമ വികാസങ്ങളുടെ ദശാസന്ധികളെ ഓർമ്മപ്പെടുത്തി നോക്കെത്താത്ത കാലത്തിൻ്റെ സാന്ദ്രസ്മൃതികളെ ഹൃദയത്തിലേറ്റുന്ന കാനനഭംഗിയുടെ കളിത്തൊഴി. നട്ടുച്ചയിൽ പോലും സൂര്യരശ്മികൾ കടന്നുചെല്ലാത്ത ഇടതൂർന്ന മലഞ്ചെരുവുകളിലേക്ക് കനകം വിളയുന്ന കന്നിമണ്ണു തേടിയുള്ള കുടിയേറ്റ ജനതയുടെ അതിജീവനത്തിനായുള്ള കാനാൻ യാത്ര ഈ മണ്ണിന്റെ ചരിത്രം തിരുത്തിയെഴുതി. വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും പടപൊരുതി കാട്ടുകനികളും കനിവുറവയിലെ തെളിനീരും ജീവിതത്തിന് നിദാനമാക്കി കന്നിമണ്ണിൽ കനകം വിളയിച്ച് കരുതലിന്റെ സമവാക്യം രചിച്ച് നമുക്കായി ഈ മലയോര ഗ്രാമങ്ങൾ പടുത്തുയർത്തി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ പൂർവ്വപിതാമഹന്മാരുടെ സ്മരണകൾക്കു മുന്നിൽ പ്രണാമം. ദക്ഷിണ കാനറയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി കുടക് വനപ്രദേശങ്ങളോട് അരികുചേർന്ന കുടിയേറ്റ കാർഷിക ഗ്രാമങ്ങൾ ചേർത്ത് കേരളപ്പിറവിയോടെ 1956 ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിൽ ചിറ്റാരിക്കാൽ, പാലാവയൽ വില്ലേജുകൾ ഉൾപ്പെടുന്ന 62.52 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശമാണ് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത്. സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് നാം കാണുന്ന ഈസ്റ്റളേരിയുടെ സാമൂഹ്യ സൃഷ്ടിക്കായി പ്രഥമ പഞ്ചായത്ത് ഭരണസമിതി മുതൽ ഇങ്ങോട്ട് മാറി മാറി വന്ന എല്ലാ ഭരണസമിതികളും അവരുടെ കർമ്മശേഷി വിനിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ 16 വാർഡുകളുള്ള ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നത് ചിറ്റാരിക്കാലിൽ സ്ഥിതി ചെയ്യുന്ന ആസ്ഥാന മന്ദിരമാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നോണം 2023 ഏപ്രിൽ 4 അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ദീർഘവീക്ഷണം മുഖമുദ്രയാക്കി പിന്നിട്ട 2 സംവത്സരങ്ങൾ കൊണ്ട് ഈസ്റ്റളേരിയുടെ വികസന ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാൻ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടോടെയും കൃത്യമായ പദ്ധതി ആവിഷ്കരണത്തിലൂടെയും സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലൂടെയുമാണ് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈസ്റ്റളേരിയ വികസനത്തിന്റെ പടവുകൾ കയറ്റിയത്. കർമ്മനിരതരായ ഉദ്യോഗസ്ഥരുടെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സേവന തൽപരരായ ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെയും പൊതുജനങ്ങൾക്ക് യഥാസമയം സേവനം ലഭ്യമാക്കാൻ പഞ്ചായത്തിന് കഴിയുന്നു. ഇതിലൂടെ തുടർച്ചയായി നികുതി പിരിവിൽ സമ്പൂർണ്ണത കൈവരിക്കുവാനും 2024-25 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി നിർവഹണത്തിൽ 105.11% പ്ലാൻ ഫണ്ട് ചെലവഴിക്കാനും തനതു വരുമാനത്തിൽ വൻ കുതിപ്പ് സൃഷ്ടിക്കുവാനും സാധിച്ചു. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ജൈത്രയാത്ര നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. റോഡ് മെയിൻ്റനൻസ് ഫണ്ട്, പ്ലാൻ ഫണ്ട്, തനതു ഫണ്ട്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ടുകൾ എന്നിവ സംയോജിപ്പിച്ച് 5 വർഷം കൊണ്ട് 21 കോടി രൂപ ചെലവഴിച്ചതിൽ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ 16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ റോഡുകളുടെ ടാറിംഗ്, കോൺക്രീറ്റ് പ്രവൃത്തികൾ, നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, വീതികൂട്ടൽ പ്രവൃത്തികൾ, കലുങ്കുകൾ, കാനകൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെ 2 വർഷം കൊണ്ട് ഇതിനകം 11 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. പുതിയ 124 പ്രവൃത്തികൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കി നാടിനു മുതൽക്കൂട്ടായി മാറിയ ആരോഗ്യരംഗത്ത് അതിവേഗത്തിലുള്ള പരിവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 3,45,00,000 രൂപ മുതൽ മുടക്കിൽ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കൂടാതെ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രം മെയിൻ സെന്ററിനോടനുബന്ധിച്ച് 55.6 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പുതിയ സബ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു.
കാവുന്തല ഹെൽത്ത് സബ് സെന്ററിനായി ഈട്ടിത്തട്ടിൽ 60 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. കമ്പല്ലൂർ ആയുർവേദ ആശുപത്രിയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ലഭ്യമാക്കി 7 ലക്ഷം രൂപ മുതൽ മുടക്കിൽ യോഗാ ഹാൾ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. 42 ലക്ഷം രൂപ വകയിരുത്തി കമ്പല്ലൂർ ഹെൽത്ത് സബ് സെന്റർ, കടുമേനി ഹെൽത്ത് സബ് സെന്റർ, നല്ലോമ്പുഴ ഹെൽത്ത് സബ് സെന്റർ, പാലാവയൽ ഹെൽത്ത് സബ് സെന്റർ എന്നീ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വെൽനസ് സെന്ററുകളായി ഉയർത്തി. ആരോഗ്യ സംവിധാനങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തന മികവിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകുന്ന പരിസ്ഥിതി മിത്ര പുരസ്കാരവും പൊതുജന ആരോഗ്യ സൗകര്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിന്റെ സർട്ടിഫിക്കേഷനും 2023-24 സാമ്പത്തിക വർഷത്തിൽ കരസ്ഥമാക്കിയ ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലൂടെ പ്രതിവർഷം 60,000-ലധികം രോഗികളെ ശുശ്രൂഷിക്കുന്നു. സൗജന്യ ലബോറട്ടറി സേവനങ്ങൾ, സൗജന്യ മരുന്ന് വിതരണം, വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകൾ, പ്രതിരോധ കുത്തിവെപ്പുകൾ, ഫിസിയോതെറാപ്പി ക്ലിനിക്കുകൾ, ആരോഗ്യ സർവേകൾ, സബ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ, നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി ചികിത്സയും മരുന്നും ലഭ്യമാക്കി മാനസികമായും ആരോഗ്യപരമായും അവർക്ക് ആശ്വാസമേകുന്ന പാലിയേറ്റീവ് രോഗി പരിചരണം ഉൾപ്പെടെ നിരവധിയായ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രം അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യ യോഗാ പരിശീലനവും സംഘടിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിച്ച കൊല്ലാടയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ 100 കണക്കിന് രോഗികളാണ് ദിവസേന ചികിത്സയ്ക്കായി എത്തുന്നത്. നല്ലോമ്പുഴയിൽ പ്രവർത്തിച്ചുവരുന്ന മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ആരോഗ്യ പരിപാലന രംഗത്ത് ഈസ്റ്റളേരിയുടെ അഭിമാനമാണ്. 2023-24 വർഷത്തിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് സർട്ടിഫിക്കേഷനും 2025 നാഷണൽ ഹെൽത്ത് മിഷൻ മികച്ച സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന കായകൽപ പുരസ്കാരവും ഏറ്റുവാങ്ങാൻ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിക്ക് സാധിച്ചു. പഞ്ചായത്തിലെ വാർഡുകൾ തോറും യോഗാ ക്ലബ്ബുകൾ രൂപീകരിച്ച് സൗജന്യ യോഗ പരിശീലനം നൽകി വ്യായാമം ജനകീയവൽക്കരിക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയിൽ 100-ലേറെ രോഗികൾ ചികിത്സയ്ക്കായി ദിവസവും എത്തുന്നുണ്ട്. ശ്രേഷ്ഠ സേവന നിറവിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അക്ഷര കളിമുറ്റങ്ങളാൽ സമൃദ്ധമാണ് ഈസ്റ്റളേരി. പകർന്നുകൊടുത്ത് പവിത്രീകരിക്കുന്ന വൈജ്ഞാനിക സമ്പത്തിന്റെ ഉറവിടങ്ങൾ തേടി അനേകം വിദ്യാർത്ഥികളാണ് സമീപ പഞ്ചായത്തുകളിൽ നിന്നും ഈസ്റ്റളേരിയിലേക്ക് എത്തുന്നത്. സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി അക്കാദമിക് രംഗത്ത് ഹലോ മാത്സ്, ഹലോ ഇംഗ്ലീഷ് തുടങ്ങിയ മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം വായനാ ചലഞ്ച് പ്രോഗ്രാം, പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ക്ലാസുകൾ തോറും ദിനപത്ര വിതരണം, ഈസ്റ്റളേരിയെ അറിയാം പഠനയാത്രകൾ, SPC പ്രവർത്തനങ്ങൾക്ക് ഫണ്ടു നൽകൽ, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ, കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അംഗനവാടികളുടെ നിലവാരമുയർത്തുന്നതിനായി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശക്തമായ തീരുമാനങ്ങൾ ഭരണസമിതി കൈക്കൊണ്ടിട്ടുണ്ട്. ഗോക്കടവ് അംഗനവാടിക്ക് പുതിയ കെട്ടിടം പണിയുന്നതിന് ഗോക്കടവ് ഉദയ ക്ലബിനോടൊപ്പം ചേർന്ന് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയുടെ സ്വന്തം സംഭാവന കൂടി ചേർത്ത് ലഭ്യമാക്കിയ സ്ഥലത്ത് 30 ലക്ഷം രൂപ ചിലവിൽ ഗോക്കടവ് നിവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരമായ അംഗനവാടി കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 40 ലക്ഷം രൂപ മുതൽ മുടക്കിൽ അരിയിരുത്തി അംഗനവാടിക്കായി കെട്ടിടം ഒരുങ്ങുകയാണ്. 42.69 ലക്ഷം രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പാലാവയൽ അംഗനവാടിക്കും 48 ലക്ഷം രൂപ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അത്തിയടുക്കം അംഗനവാടിക്കുമായി നീക്കിവച്ചിട്ടുണ്ട്. ഈ 2 പദ്ധതികൾക്കും നിർമ്മാണാനുമതി ലഭിച്ചു കഴിഞ്ഞു. വിവിധ അംഗനവാടികളിൽ കുടിവെള്ള സൗകര്യം ഉറപ്പുവരുത്താൻ 20 ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു. പ്രധാന ജീവനോപാധിയായി കൃഷിയും മൃഗപരിപാലനവും സ്വീകരിച്ച
പാരമ്പര്യ സുഹൃതം നെഞ്ചിലേറ്റിയ നിസ്വാർത്ഥരായ മനുഷ്യരുടെ ചോരയും വിയർപ്പും അയറും വെള്ളവുമായി സ്വീകരിച്ച് പടർന്നു പന്തലിച്ചതാണ് ഈസ്റ്റളേരി. 6000-ലധികം ഹെക്ടർ കൃഷിഭൂമിയുള്ള പഞ്ചായത്ത്. നഷ്ടത്തിലായ കൃഷിയുമായി നാടിന്റെ നട്ടെല്ലായ കർഷകർ നട്ടം തിരിയുമ്പോൾ അവരെ ചേർത്തുപിടിക്കാൻ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ടുവന്ന് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ചത്. കാർഷിക രംഗത്ത് 2.5 കോടി രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 2 കോടി രൂപയും ചെലവഴിച്ച് കർഷകർക്ക് കൈത്താങ്ങൊരുക്കുവാൻ കഴിഞ്ഞു. തെങ്ങ്, കവുങ്ങ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ വളം ലഭ്യത ഉറപ്പാക്കി. സംയോജിത കൃഷിരീതികൾക്ക് പ്രോത്സാഹനം നൽകി. അടുക്കളത്തോട്ട പച്ചക്കറി കൃഷിക്കായി സബ്സിഡി നിരക്കിൽ ചട്ടികൾ വിതരണം ചെയ്തു. ഏത്തവാഴ വിത്തുകൾ കർഷകർക്ക് സൗജന്യമായി നൽകി. കിഴങ്ങുവിള കൃഷികളെ പ്രോത്സാഹിപ്പിച്ചു. ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി നൽകി. കാലിത്തീറ്റ ചെറിയ വിലയിൽ കർഷകർക്ക് ലഭ്യമാക്കാൻ സബ്സിഡി ഒരുക്കി. കറവ പശുക്കളെയും മുട്ടക്കോഴികളെയും സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു. അങ്ങനെ കാർഷിക മൃഗസംരക്ഷണ മേഖലയെ പരിപോഷിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമാക്കുന്ന 2.45 കോടി രൂപയുടെ കർമ്മ പദ്ധതികൾ ലക്ഷ്യത്തിലെത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 25 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പാവലിൽ ST കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വായിക്കാനം ST കമ്മ്യൂണിറ്റി ഹാളിന് 28 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് നിർമ്മാണാനുമതി ലഭിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ മുതൽ മുടക്കിൽ പട്ടേങ്ങാനം ST കമ്മ്യൂണിറ്റി ഹാളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഉന്നതികൾ കേന്ദ്രീകരിച്ച് ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് 27 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു. ലൈഫ്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ ഭവന നിർമ്മാണ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി 112 വീടുകൾ അനുവദിച്ചു. 5 കോടി രൂപയാണ് ഭവന നിർമ്മാണങ്ങൾക്കായി ചിലവഴിച്ചത്. അതിൽ ഭൂരിപക്ഷം വീടുകളുടെയും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 12 ലക്ഷം രൂപയാണ് അറക്കത്തട്ട് കുടിവെള്ള പദ്ധതി നവീകരിക്കുന്നതിനായി മാറ്റിവെച്ചത്. ജലജീവൻ പദ്ധതിയിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് 1000 പുതിയ കണക്ഷനുകളാണ് നൽകിയത്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പിലാക്കാൻ ഊർജിതമായ ശ്രമങ്ങൾ നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞു. 2.40 കോടി രൂപ ഈസ്റ്റളേരിയെ മാലിന്യമുക്തമാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിട്ടുണ്ട്. ഈസ്റ്റളേരിയെ ഒരു മാലിന്യമുക്ത, വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി മാറ്റാൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ ഒരു വലിയ നേട്ടമാണ്. 16 വാർഡുകളിലായി 30 ഹരിതകർമ്മ സേനാംഗങ്ങളെ വിന്യസിപ്പിച്ച് 100% വാതിൽപ്പടി സേവനം ഉറപ്പുവരുത്തിയും കടുമേനി MCFൽ 5 ലക്ഷം രൂപ മുതൽ മുടക്കി ബെയിലിംഗ് മെഷീൻ സ്ഥാപിക്കുകയും കൂടാതെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും സംഭരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയും വലിയ മുന്നേറ്റമാണ് ഈ രംഗത്ത് ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത്. പാലാവയൽ ടൗണിനെ ശുചിത്വ സുന്ദര ടൗണായി പ്രഖ്യാപിച്ച് അങ്ങനെ തന്നെ നിലനിർത്താൻ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നത് മാതൃകാപരമാണ്. വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1.12 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചു. കുട്ടികൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കുമായി 65 ലക്ഷം രൂപയുടെ പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മുതിർന്ന പൗരന്മാരെ ചേർത്തുപിടിക്കുന്ന പഞ്ചായത്താണ് ഈസ്റ്റളേരി. വയോജനക്ഷേമ രംഗത്തും പാലിയേറ്റീവ് കെയർ രംഗത്തും 65 ലക്ഷം രൂപ ചെലവഴിച്ചേറ്റെടുത്ത സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളുമായി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് സംവദിക്കുകയായിരുന്നു. വയോജനങ്ങൾക്കു വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ, തണൽ വയോജന സംഗമം, പാലിയേറ്റീവ് രോഗികൾക്ക് വീടുകളിലെത്തി സൗജന്യ സേവനം എന്നിവ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തോടൊപ്പമുണ്ട് ഈസ്റ്റളേരി പഞ്ചായത്ത് എന്ന് വിളിച്ചോതുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ സാധിച്ചത് ഈ ഭരണസമിതിയുടെ ഒരു വലിയ നേട്ടമാണ്. ചെറുകിട കർഷകരുടെ കൃഷിയിടങ്ങളിൽ ആസ്തികൾ സൃഷ്ടിക്കുന്നതോടൊപ്പം നിരവധിയായ റോഡുകൾ, ചെറുപാലങ്ങൾ, കലുങ്കുകൾ, റോഡ് വീതി കൂട്ടൽ, കുളം കിണർ നിർമ്മാണം, പശുത്തൊഴുത്തുകൾ, കോഴിക്കൂടുകൾ, ആട്ടിൻകൂടുകൾ, സോക്ക് പിറ്റ് തുടങ്ങിയവ ഈ പദ്ധതിയിൽ നിർമ്മിച്ചു നൽകാൻ കഴിയുന്നത്
ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസമാകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 40 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ 1.13 കോടി രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെലവഴിച്ചിട്ടുള്ളത്. കുടുംബശ്രീ, ജില്ലാ വ്യവസായ വകുപ്പ്, RKIEDP എന്നിവയുടെ സഹകരണത്തോടെ 200-ലധികം ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചത് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി. മിഴി ബോട്ടിക്, മാക്സ് മില്ലോ പാലാവയൽ, ഗുരുശ്രീ ടെക്സ്റ്റൈൽസ് കൊല്ലാട, WMC പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഈട്ടിത്തട്ട്, ഗ്രീൻലീഫ് പാളപ്ലേറ്റ് യൂണിറ്റ് ഗോക്കടവ്, അപ്സര ബേക്കറി ആൻഡ് കൂൾബാർ കടുമേനി എന്നിവ ഉദാഹരണങ്ങൾ മാത്രം. കടുമേനി ടൗണിൽ യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചു. ഈസ്റ്റളേരി പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ സംഘടനകളെയും സ്ഥാപനങ്ങളെയും കോർത്തിണക്കി ഗ്രാമീണ ടൂറിസം വികസനത്തിന് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നിരവധി പദ്ധതികളുമായി ഭരണസമിതി മുന്നോട്ടു പോകുന്നു. ചിറ്റാരിക്കാൽ കേന്ദ്രമായി ഒരു വനിതാ ജിംനേഷ്യം, ചിറ്റാരിക്കാലിൽ ആയുർവേദ സബ് സെന്റർ, സിദ്ധ ഫാർമസിയും ക്ലിനിക്കും തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറെടുക്കുകയാണ്. കർണാടക വനാതിർത്തിയോട് ചേർന്നു കിടക്കുന്ന മീനഞ്ചേരി മുതൽ വായിക്കാനം വരെയുള്ള 3 കിലോമീറ്റർ നീളത്തിൽ വനം വകുപ്പുമായി ചേർന്ന് സോളാർ തൂക്കുവേലി സ്ഥാപിക്കാൻ സാധിച്ചതും മുൻപുള്ള സോളാർ വേലികൾ അറ്റകുറ്റപ്പണി ചെയ്ത് പുനഃസ്ഥാപിച്ചതും കാട്ടാനയുടെ ഭീഷണി നേരിടുന്ന 100 കണക്കിന് കർഷകർക്ക് ആശ്വാസമായി. പുതുതലമുറയുടെ വായനാശീലം വളർത്തുന്നതിനായി പഞ്ചായത്ത് ലൈബ്രറി പുനർക്രമീകരിച്ച് നാടിന് സമർപ്പിക്കുകയും കുളിനീർ കിസാൻ ലൈബ്രറി, പാലാവയൽ സമഭാവന വായനശാല, കാവുന്തല രശ്മി പബ്ലിക് ലൈബ്രറി എന്നിവയ്ക്ക് ലാപ്ടോപ്പ് അനുവദിക്കുകയും മുനയംകുന്ന് ജനതാ വായനശാലയ്ക്ക് സൗണ്ട് സിസ്റ്റം നൽകുകയും ചെയ്തു. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താതെ, പ്രാദേശിക വിവേചനമില്ലാതെ മുഴുവൻ വാർഡുകളിലും ഒരേപോലെ വികസനം എത്തിക്കാൻ കഴിഞ്ഞതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. ജനങ്ങൾ ഈസ്റ്റളേരി പഞ്ചായത്ത് ഭരണസമിതിയെ നെഞ്ചോട് ചേർത്തുപിടിക്കുന്നതും അതുകൊണ്ടാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും മുൻഗണന നൽകുന്ന ഈ ഭരണസമിതി ജനമനസ്സുകളിൽ ഇടം നേടിയിരിക്കുകയാണ്. കാലത്തിന്റെ കർമ്മനിയോഗം അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയിലൂടെ പ്രാവർത്തികമാകുന്നു. അഭിമാനിക്കാം, ചേർത്തുപിടിച്ചു മുന്നേറാം. കാടിന്നു നാടായേ നാടു നിറഞ്ഞു പൊലിയണുണ്ടേ, ചേർന്നു നടക്കാനും ചേർത്തു പിടിക്കാനും നല്ല മനുഷ്യരുണ്ടേ, ചേർന്നു നടക്കാനും ചേർത്തു പിടിക്കാനും നല്ല മനുഷ്യരുണ്ടേ. ഓർമ്മതൻ കോണിലെ നൊമ്പരമൊക്കെയും കാറ്റിലലിഞ്ഞു പറന്നുപോയേ, പോയ കാലത്തിന്റെ കഷ്ടങ്ങളൊക്കെയും ഇന്നിന്റെ പുഞ്ചിരി മായ്ച്ചിടുമേ. ഓർമ്മതൻ കോണിലെ നൊമ്പരമൊക്കെയും കാറ്റിലലിഞ്ഞു പറന്നുപോയേ, പോയ കാലത്തിന്റെ കഷ്ടങ്ങളൊക്കെയും ഇന്നിന്റെ പുഞ്ചിരി മായ്ച്ചിടുമേ. വിദ്വേഷമോതുന്ന വാക്കുകളിൽ ഇനി നെഞ്ചിലെരിയും പകയുമില്ല. കണ്ണു തെളിയണം, ഉള്ളുകുളിരണം, നല്ലൊരു നാളെ പുലർന്നിടണം. വിദ്വേഷമോതുന്ന വാക്കുകളിൽ ഇനി നെഞ്ചിലെരിയും പകയുമില്ല. കണ്ണു തെളിയണം, ഉള്ളുകുളിരണം, നല്ലൊരു നാളെ പുലർന്നിടണം.